തെർമൽ മെത്തേഡ് ഓഫ് സ്റ്റെബിലൈസേഷൻ അതാണ് നമുക്കിനി നോക്കാനുള്ളത്. സോ ഈ തെർമൽ മെത്തേഡ് ഓഫ് സ്റ്റെബിലൈസേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോയിലിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് അവിടെ നമ്മൾ സോയിൽ സ്റ്റെബിലൈസേഷൻ നടത്തുന്നത്. മുന്നേ നമ്മൾ കുറേ മെത്തേഡ്സ് പറഞ്ഞതിലൊക്കെ കെമിക്കൽ സ്റ്റെബിലൈസേഷൻ, ലൈം സ്റ്റെബിലൈസേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക, നമ്മൾ സോയിലിൻ്റെ ടെമ്പറേച്ചറാണ് മാറ്റുന്നത്. അതിൽ മാറ്റം വരുത്തുമ്പോൾ എന്ത് ചെയ്യും, സോയിലിൻ്റെ ഫിസിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിലെല്ലാം ചേഞ്ച് വരും. സ്ട്രെങ്ത്, കംപ്രസിബിലിറ്റി, വോളിയം സ്റ്റെബിലിറ്റി അതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ തെർമൽ മെത്തേഡ് ഓഫ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ട് രീതിയിലുണ്ട്. സ്റ്റെബിലൈസേഷൻ ബൈ ഹീറ്റിങ്ങും ഉണ്ട്, സ്റ്റെബിലൈസേഷൻ ബൈ കൂളിങ്ങും ഉണ്ട്. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ തെർമൽ സ്റ്റെബിലൈസേഷൻ നടത്തുക. സോ ഫസ്റ്റ് വൺ ആണ് സ്റ്റെബിലൈസേഷൻ ബൈ ഹീറ്റിംഗ്. ആ പേര് കേൾക്കുന്നത് പോലെ തന്നെ എന്താ അതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്, സോയിലിനെ ചൂടാക്കുകയാണ് ചെയ്യുക, ഹീറ്റ് കൊടുക്കും. ആ രീതിയിലാണ് നമ്മൾ സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും, നമുക്കറിയാലോ, ചൂടാക്കുമ്പോൾ വെള്ളം മോയ്സ്ചറായിട്ട് പോകും. അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഈ സോയിലേക്ക് ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള മോയ്സ്ചർ റിമൂവ് ആവും. അതുപോലെ ഈ സോയിലിന് എന്തെങ്കിലും കെമിക്കൽ അല്ലെങ്കിൽ മിനറോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുകയാണ് ചെയ്യുക. അതുവഴി നമുക്ക് സോയിലിൻ്റെ സ്ട്രെങ്ത്, ബിയറിംഗ് കപ്പാസിറ്റി, സ്റ്റെബിലിറ്റി എല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 300 to 800 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അത്രയും ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ സോയിലിലേക്ക് ഹീറ്റ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും, ക്ലേ മിനറൽസിൻ്റെ ഡീഹൈഡ്രേഷൻ നടക്കും, ഓർഗാനിക് മാറ്റേഴ്സിൻ്റെ ഓക്സിഡേഷൻ നടക്കും. പിന്നെ അതേപോലെ ചില കേസസിൽ എന്ത് പറ്റും, ഫ്യൂഷൻ ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോയിലിലേക്ക് ഹീറ്റ് കൊടുക്കുമ്പോൾ അവിടെ നടക്കുന്നത്. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹീറ്റഡ് സോയിലിനെ കോമ്പാക്ട് ചെയ്തിട്ട് ഒരു സ്റ്റേബിൾ ലെയർ ആക്കി മാറ്റാം. ആ രീതിയിലാണ് സ്റ്റെബിലൈസേഷൻ ബൈ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം എന്താ, നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എക്സ്ട്രാ വരുന്ന മോയ്സ്ചർ റിമൂവ് ആവും. ഒരു 300 to 800 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സോയിലിന് ഉണ്ടാവുന്ന എഫക്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിസിറ്റി റെഡ്യൂസ് ആകും, കംപ്രസീവ് സ്ട്രെങ്ത്തും ബിയറിംഗ് കപ്പാസിറ്റി എല്ലാം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കംപ്രസിബിലിറ്റി, സ്വെല്ലിംഗ് പൊട്ടൻഷ്യൽ അതെല്ലാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇനി ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ ഏതാണ്, അതായത് ഹീറ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഏത് ടൈപ്പ് സോയിലാണ് നമ്മൾ ഉപയോഗിക്കുക. നമുക്കത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ക്ലേ സോയിലിനാണ് വിത്ത് ഹൈ പ്ലാസ്റ്റിസിറ്റി. നമുക്ക് എക്സ്പാൻസീവ് സോയിൽ സച്ച് ആസ് ബ്ലാക്ക് കോട്ടൺ സോയിൽസിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിലോ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്പെഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് വെർ വെരി സ്റ്റേബിൾ സബ്ഗ്രേഡ്സ് ആർ റിക്വയർഡ്. നമുക്ക് ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള സബ്ഗ്രേഡ് വേണ്ട സ്ഥലങ്ങളിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് സ്റ്റെബിലൈസേഷൻ ഓഫ് എയർ ഫീൽഡ് റൺവേസ് ഓർ ഫൗണ്ടേഷൻസ് ഇൻ ആരിഡ് ഏരിയാസ്, അവിടെയൊക്കെയാണ് നമ്മൾ ഈ സ്റ്റെബിലൈസേഷൻ ബൈ ഹീറ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മെറിറ്റ്സ് ഇതൊക്കെയാണ്. ഡ്യൂറബിൾ ആണ്, സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള സോയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഈ മോയ്സ്ചർ വേരിയേഷൻ കൊണ്ട് വരുന്ന വോളിയം ചേഞ്ചസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇനി അതിൻ്റെ ഡീമെറിറ്റ്സ് ആണെങ്കിലോ, എക്സ്പെൻസീവ് ആണ്, പിന്നെ ഒരു ലാർജ് ഏരിയ ഒക്കെ വരുമ്പോൾ നമുക്കത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഹീറ്റിംഗ് എക്യുപ്മെന്റ്സ് എല്ലാം ആവശ്യമാണ്. അതാണ് അതിൻ്റെ ഡീമെറിറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തെർമൽ സ്റ്റെബിലൈസേഷനിൽ പഠിക്കാനുള്ളൂ. ഇനി അടുത്തത് എന്തായിരിക്കും, സ്റ്റെബിലൈസേഷൻ ബൈ കൂളിംഗ്. അതാണ് അടുത്ത മെത്തേഡ്. മറ്റേതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നടക്കുക, കൂളിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സോയിലിനെ നമ്മൾ ബിലോ ഫ്രീസിങ് പോയിന്റ് എന്ത് ചെയ്യാണ്, നമ്മൾ കൂൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ ഈ സോയിലിൻ്റെ പോൾസിലൊക്കെയുള്ള വാട്ടർ എന്തായിട്ട് മാറും, ഐസ് ആയിട്ട് മാറും. എന്നിട്ട് ഇറ്റ് ആക്ട് ആസ് എ സിമെൻറ്റിങ് ഏജൻറ്റ് ബിറ്റ്വീൻ ദി സോയിൽ പാർട്ടിക്കിൾസ്. അങ്ങനെയാണ് നമുക്ക് എന്ത് നടക്കുക, സ്റ്റെബിലൈസേഷൻ ബൈ കൂളിംഗ് നടക്കുക. അങ്ങനെ നമുക്ക് സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് എന്ത് ചെയ്യാം, 0 ഡിഗ്രി സെൽഷ്യസിൽ ബിലോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സോയിലിൻ്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അന്നേരം പോർ വാട്ടർ ഫ്രീസ് ആകും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സോയിലിനെല്ലാം അവിടെ അങ്ങനെ ബൈൻഡ് ചെയ്ത് നല്ല ഹാർഡാക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്രോസൺ സോയിൽ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും, ഇംപെർമിയബിൾ ആയിരിക്കും. ഇനി അതിൻ്റെ സോയിലുള്ള എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ
ഷിയർ സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ്സും ഇംപ്രൂവ് ചെയ്യാം, പെർമബിലിറ്റി റെഡ്യൂസ് ചെയ്യാം, ടെമ്പററി സ്റ്റെബിലൈസേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിലാണ് കൊഹസീവ് സോയിൽസ് ആൻഡ് സിൽറ്റി സാൻഡ്സ് വിത്ത് ഹൈ വാട്ടർ കണ്ടന്റ്. നമ്മൾ മുന്നേ പഠിച്ച തെർമൽ സ്റ്റെബിലൈസേഷൻ എന്ന് വെച്ചാൽ ക്ലേ സോയിൽസിലൊക്കെ ആയിരുന്നു യൂസ് ചെയ്യുക. കൂളിംഗ് ആണെങ്കിൽ നോക്കിക്കേ, കൊഹസീവ് സോയിൽസ്, സിൽറ്റി സാൻഡ്സ്, അതിലൊക്കെയാണ് ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉള്ള ഇതുപോലത്തെ സോയിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ it is used in permafrost regions, artificial ground freezing, അതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതിൻ്റെ മെറിറ്റ്സ് ആണെങ്കിൽ ഇപ്പം നമുക്കറിയാം എൻവയോൺമെന്റലി ക്ലീൻ ആണ്, നമ്മൾ ഒരു കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല, വാട്ടറിനെ എന്ത് ചെയ്യുന്നേ ഉള്ളൂ 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. സോ എൻവയോൺമെന്റലി ക്ലീൻ ആണ്. പ്രൊവൈഡ്സ് ഹൈ ടെമ്പററി സ്ട്രെങ്ത്. ഓക്കെ, ഇതൊരു ടെമ്പററി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ടെമ്പററി ആയിട്ട് നല്ല രീതിയിൽ അത് സ്ട്രെങ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് എഫക്റ്റീവ് ഇൻ കൺട്രോളിങ് ഗ്രൗണ്ട് വാട്ടർ. ഇനി ഡീമെറിറ്റ്സ് ആണെങ്കിലോ നമ്മൾ പറഞ്ഞു ടെമ്പററിയാ, കുറച്ച് നേരത്തേക്കല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഒരു ലോങ് റണ്ണിലേക്ക് നമുക്കിങ്ങനെ ഈ വാട്ടർ ഐസാക്കി നിർത്താനൊന്നും പറ്റില്ല. സോ അത് ടെമ്പററി ആണ്. പിന്നെ ഹൈ എനർജി കോസ്റ്റ് ഫോർ റെഫ്രിജറേഷൻ, പിന്നെ നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ട് പറ്റില്ല. അതാണ് തെർമൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റെബിലൈസേഷൻ വിത്ത് സിമെന്റ്, ലൈം ആൻഡ് കെമിക്കൽസ്. 3 പഠിക്കാനുണ്ട്. സോ ആദ്യത്തെ നോക്കിക്കേ, സിമെന്റ് സ്റ്റെബിലൈസേഷൻ ആണേ. സിമെന്റ് സ്റ്റെബിലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ സോയിലിന്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ സോയിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതിലെന്താണ് ചെയ്യുക, സിമെന്റ് ഈസ് മിക്സഡ് വിത്ത് സോയിൽ, സിമെന്റും സോയിലും കൂടി മിക്സ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു കോമ്പാക്ഷൻ അല്ലെങ്കിൽ ക്യൂറിംഗ് ഒക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം സിമെന്റ് എന്ത് ചെയ്യും, വാട്ടറുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. സോയിൽ മിനറൽസുമായിട്ടും വാട്ടറായിട്ടും ഒക്കെ റിയാക്ട് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അതുവഴി എന്ത് ചെയ്യാം, നമുക്ക് സോയിൽ ഹാർഡ് ആക്കാം, ഡ്യൂറബിൾ ആക്കാം, സ്റ്റേബിൾ ആക്കാം. ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ കെമിക്കൽ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ സിമെന്റ് സ്റ്റെബിലൈസേഷൻ. സിമെന്റ് എന്ത് ചെയ്യാണ്, സോയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാണ് സിമെന്റ് സ്റ്റെബിലൈസേഷനിൽ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പ്രോസസ്സ് പറയുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് സോയിൽ പ്രിപ്പറേഷൻ ആണ്. സോയിൽ എന്ത് ചെയ്യുക, വെജിറ്റേഷൻസ്, ഓർഗാനിക് മാറ്റർ, ലാർജ് പാർട്ടിക്കിൾസ്, അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ റിക്വയർഡ് ഗ്രേഡേഷൻ ആണോ സോയിൽ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. വെൽ ഗ്രേഡഡ് സോയിലാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സോയിൽ പ്രിപ്പറേഷൻ കഴിഞ്ഞു, പ്രപ്പോർഷനിങ് ആണ്. അതായത് നമ്മുടെ ഒപ്റ്റിമം സിമെന്റ് കണ്ടന്റ് എത്ര വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അത് ജനറലി നമ്മൾ പറയുന്നത് 3 to 10% ഓഫ് ഡ്രൈ വെയിറ്റ് ഓഫ് സോയിലാണ്. സോയിലിന്റെ ഡ്രൈ വെയിറ്റിന്റെ 3 to 10% സിമെന്റ് ആണ് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം അത് എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് മിക്സിംഗ് ആണ് ചെയ്യുക. സോയിലും ഈ സിമെന്റും കൂടി മിക്സ് ചെയ്യാം. ഏത് രീതിയിലും ചെയ്യാം, മാനുവലി ചെയ്യാം അല്ലെങ്കിൽ മെക്കാനിക്കലി ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിന് വേണ്ടിയിട്ട് നമുക്ക് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുക ടു അച്ചീവ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. കോമ്പാക്ഷന് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്യൂറിങ് ചെയ്യും. 7 to 14 days ആണ്. ഓക്കെ, അപ്പം അത്രയും ദിവസം ഇതിൽ ഈ ഹൈഡ്രേഷൻ ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് മോയ്സ്ചാക്കി നമ്മൾ വെച്ച് കൊടുക്കും. ആ രീതിയിലാണ് നമ്മൾ ക്യൂറിങ് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്യൂറിങ് ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുകയെന്ന് വെച്ചാൽ അറിയാലോ, ഹൈഡ്രേഷൻ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് CSH ജെല്ലും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ പാർട്ടിക്കിൾസിനെ ബൈൻഡ് ചെയ്ത് അവിടെ നിർത്തുന്നത്. അപ്പോൾ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ, അതായത് ഈ സിമെന്റ് സ്റ്റെബിലൈസേഷനിൽ വരുന്ന 2 മെയിൻ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഹൈഡ്രേഷൻ റിയാക്ഷനും പോസോലോണിക് റിയാക്ഷനും. ഹൈഡ്രേഷൻ റിയാക്ഷൻ നമുക്കറിയാം, സിമെന്റും വാട്ടറും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, അതിനകത്ത് നിന്ന് നമുക്ക് CSH ജെല്ല് ഫോം ചെയ്യും അല്ലേ. കാൽസ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റും കാൽസ്യം ഹൈഡ്രോക്സൈഡും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ CSH ആണ് എന്ത് ചെയ്യുന്നത്, സോയിൽ പാർട്ടിക്കിൾസിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്, അതിനെ ബൈൻഡ് ചെയ്ത് നിർത്താനൊക്കെ സഹായിക്കുന്നത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, സോയിലിന്റെ ആൽക്കലിനിറ്റി ഇൻക്രീസ് ചെയ്യും. അതാണ് അതിൽ നടക്കുന്ന ഹൈഡ്രേഷൻ റിയാക്ഷൻ. ഇനി പൊസോലോണിക് റിയാക്ഷൻ ആണെങ്കിലോ,
ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യും, സോയിലിലുള്ള സിലിക്കയായിട്ടും അലുമിനയൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു സിമെന്റും വാട്ടറും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ CSH ഉണ്ടാവുന്നുണ്ട്. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡും സോയിലുള്ള സിലിക്ക അലുമിനം ഒക്കെ റിയാക്ട് ചെയ്തിട്ട് മോർ CSH ഫോം ചെയ്യും. ഓക്കെ, കുറച്ചുകൂടി അധികം CSH ഫോം ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ CaH ഫോം ചെയ്യും, അതായത് കാൽസ്യം അലൂമിനേറ്റ് ഹൈഡ്രേറ്റ്. ഓക്കെ, അങ്ങനെ ഈ കോമ്പൗണ്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോയിലിൻ്റെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതും പ്ലാസ്റ്റിസിറ്റി റെഡ്യൂസ് ചെയ്യുന്നതെല്ലാം ഈ രീതിയിലാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ എന്ന് വെച്ചാൽ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സിൽറ്റി ആൻഡ് സാൻഡി സോയിൽസിലാണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓർഗാനിക് അല്ലെങ്കിൽ എക്സ്പാൻസീവ് പ്ലേസിലൊന്നും നമുക്കത് സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വെൽ ഗ്രേഡഡ് സോയിൽസിലാണ് ഏറ്റവും നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞില്ലേ, ഈ സോയിൽ പ്രിപ്പറേഷനിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു സോയിലിൻ്റെ ഗ്രേഡേഷൻ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം. അത്രയേ ഉള്ളൂ ഈ സിമെന്റ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം. ഇനി അടുത്തതാണ് ലൈം സ്റ്റെബിലൈസേഷൻ. ലൈം സ്റ്റെബിലൈസേഷൻ ഇപ്പം നമ്മൾ പഠിച്ച അതേ സ്റ്റെപ്പൊക്കെ തന്നെയാണ് നടക്കുക. സിമെന്റ് മിക്സ് ചെയ്യുന്നതിന് പകരം എന്തായിരിക്കും സോയിലുമായിട്ട് മിക്സ് ചെയ്യുക, ലൈമാണ് മിക്സ് ചെയ്യുക. ഓക്കെ, ക്വിക്ക് ലൈമും അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈമും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. CaO അല്ലെങ്കിൽ കാൽസ്യം CaOH ട്വൈസ്, ക്വിക്ക് ലൈം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈം. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലേ സോയിലുമായിട്ട് മിക്സ് ചെയ്യാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലാസ്റ്റിസിറ്റി, വർക്കബിലിറ്റി, സ്ട്രെങ്ത്, ബിയറിംഗ് കപ്പാസിറ്റി എല്ലാം. ഓക്കെ, അപ്പോൾ അത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോസീവ് സോയിൽസിലാണ്. ദാറ്റ് ആർ പ്ലാസ്റ്റിക്, കംപ്രസിബിൾ ഓർ വീക്ക് ഇൻ നേച്ചർ. അതേപോലുള്ള സോയിൽസിലാണ് നമ്മൾ ഈ ലൈം സ്റ്റെബിലൈസേഷൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനും ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് സോയിൽ പ്രിപ്പറേഷൻ. നമ്മൾ പറഞ്ഞ പോലെ സോയിലുള്ള ഓർഗാനിക് മാറ്റർ, ഡെബ്രിസ്, ഓവർസൈസ്ഡ് പാർട്ടിക്കിൾസ് അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എക്സിസ്റ്റിംഗ് മോയ്സ്ചർ കണ്ടന്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ മറ്റേൽ നമ്മൾ പഠിച്ചത് ഗ്രേഡേഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. ലൈം സ്റ്റെബിലൈസേഷനിലാവുമ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് മോയ്സ്ചർ കണ്ടന്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് ലൈം ആപ്ലിക്കേഷൻ. ലൈം നമ്മൾ പൗഡേർഡ് ഫോമിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 to 8% ഓഫ് ഡ്രൈ വെയിറ്റ് ഓഫ് സോയിലാണ്. നമ്മൾ മുന്നേ പഠിച്ച തെർമൽ സ്റ്റെബിലൈസേഷനിൽ എത്രയായിരുന്നു, അത് 3 അല്ലേ, 3ന്റെ റേഞ്ചിലായിരുന്നു വരുന്നത്. 3 to 10% ആയിരുന്നു സിമെന്റ് ആഡ് ചെയ്യുക. ഇവിടെ ലൈം സ്റ്റെബിലൈസേഷൻ ആകുമ്പോൾ എന്താവും, 2 to 8% ലൈമാണ് നമ്മൾ സോയിലുമായിട്ട് മിക്സ് ചെയ്ത് പോകുന്നത്. മിക്സിങ് നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ ഹാൻഡ് മിക്സിങ്ങോ അല്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്തിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റിന് വേണ്ടിയിട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. മുന്നത്തെ സെയിം സ്റ്റെപ്പുകളാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്, കുഞ്ഞു കുഞ്ഞു വ്യത്യാസമേ ഉള്ളൂ. കോമ്പാക്ഷൻ കൊടുക്കുക ടു അച്ചീവ് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ആൻഡ് ദെൻ ക്യൂറിങ്. ക്യൂറിങ്ങിന് നമ്മൾ കൊടുക്കുന്നത് 7 to 28 days ആണ്. നമ്മൾ മോയ്സ്ചർ ലെവൽ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകണം. രണ്ടിനും ഒരേ സ്റ്റെപ്പുകൾ തന്നെയാണ് വരുന്നത്. ആകെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആഡ് ചെയ്ത് കൊടുക്കുന്ന പെർസെൻറ്റേജിൽ വ്യത്യാസം വരുന്നുണ്ട്. സിമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് 3 to 10 ആണെങ്കിൽ ലൈമിൻ്റെ പെർസെൻറ്റേജ് 2 to 8 ആണ്. പിന്നെ ക്യൂറിങ്ങിൻ്റെ ഡേയ്സിലും വ്യത്യാസമുണ്ട്. ഓക്കെ, ഈ ലൈമിൻ്റെന് കുറച്ചും കൂടി ഡേയ്സ് കൂടുതൽ വേണം. 7 to 28 days നമ്മൾ കൊടുക്കണം. ഇനി ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്ന് വെച്ചാൽ കാറ്റയോൺ എക്സ്ചേഞ്ച് ആണ്, പിന്നെ ഫ്ലക്കുലേഷൻ ആൻഡ് അഗ്ലോമറേഷൻ, പൊസോളോണിക് റിയാക്ഷൻ. ഇത് മൂന്നുമാണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. കാറ്റയോൺ എക്സ്ചേഞ്ച് നമ്മൾ മറ്റേ ഇലക്ട്രോ ഓസ്മോസിസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ സോയിലിൻ്റെയും വാട്ടറിൻ്റെയും ചാർജും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ക്ലേ പാർട്ടിക്കിൾസ് എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ലൈം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ലൈമിൽ എന്തുണ്ട്, Ca2+ അയൺസ് എന്തുണ്ടാവും, Ca2+ അയൺസ് ഫ്രം ലൈം എന്ത് ചെയ്യും, ഈ വീക്കർ ആയിട്ടുള്ള കാറ്റയൺസിനെ റീപ്ലേസ് ചെയ്യും. എന്നിട്ട് സോയിലിനെ ന്യൂട്രലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ന്യൂട്രലൈസ് ദ ക്ലേ സർഫസ് ചാർജ് ആൻഡ് റെഡ്യൂസ് പ്ലാസ്റ്റിസിറ്റി. ആ രീതിയിലാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കാറ്റയോൺ എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിൽ. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സോയിലും പിന്നെ എന്താണ് നമ്മൾ ലൈം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള Ca2+ അയൺസും കൂടി റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ട് ക്ലേയിൻ്റെ സർഫസ് ചാർജ് ന്യൂട്രലൈസ് ആയി പോവുകയാണ് ചെയ്യുക. അതുവഴി നമുക്ക് പ്ലാസ്റ്റിസിറ്റി റെഡ്യൂസ് ചെയ്യാം. പിന്നെ അടുത്തതാണ് ഫ്ലക്കുലേഷൻ ആൻഡ് അഗ്ലോമറേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ കാറ്റയോൺ എക്സ്ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലേയിലാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ക്ലേ വളരെ ഫൈൻ ആയിട്ടുള്ളതല്ലേ, അപ്പോൾ അതിൻ്റെ ഈ റിപ്പൾസീവ് ഫോഴ്സസ് ലോസ് ആവുകയും അതിങ്ങനെ
കട്ടയായി നിൽക്കും. ദേ ക്ലം ടുഗെദർ ഇൻ ടു ലാർജ് പാർട്ടിക്കിൾ. അങ്ങനത്തെ രീതിയിലേക്ക് അത് മാറും. അതുവഴി എന്ത് ചെയ്യാം, ഈ സോയിലിന്റെ പെർമിയബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, വർക്കബിലിറ്റി കൂട്ടാൻ പറ്റും, ഷിയർ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും, ആൻഡ് റെഡ്യൂസ് കംപ്രസിബിലിറ്റി. ഓക്കെ, പിന്നെ അതിൽ നടക്കുന്ന റിയാക്ഷൻ പോസോളോണിക് റിയാക്ഷൻ ആണ്. അതായത് അത് ഓവർ ടൈം നടക്കുന്ന ഒരു കാര്യമാണ്. ലൈം റിയാക്ട് വിത്ത് സിലിക്ക ആൻഡ് അലൂമിന. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ, സോയിലുള്ള സിലിക്ക ആയിട്ടും അലൂമിന ആയിട്ടും ഈ ലൈം റിയാക്ട് ചെയ്യും. എന്നിട്ട് ഉണ്ടാവുന്ന കോമ്പൗണ്ട്സ് ആണ് CSHും CaHും. മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണത്. കാൽസ്യം സിലിക്കേറ്റ് ഹൈഡ്രേറ്റും കാൽസ്യം അലൂമിനേറ്റ് ഹൈഡ്രേറ്റും ഇവിടെയും ഫോം ചെയ്യുന്നുണ്ട്. ഈ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും, ലോങ് ടേം ആയിട്ടുള്ള സ്ട്രെങ്ത്തിനും ഡ്യൂറബിലിറ്റിക്കും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ക്ലേ സോയിലിനാണ് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എഫക്റ്റീവ് ഫോർ ഫൈൻ ഗ്രെയിൻ soils and it is not suitable for sandy soils or organic soils. അതിൽ നമുക്കിത് സ്യൂട്ടബിൾ അല്ല. ഇത്രയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ സോയിൽ സ്റ്റെബിലൈസേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. തെർമൽ മെത്തേഡ് പറഞ്ഞു, സ്റ്റെബിലൈസേഷൻ ബൈ ഹീറ്റിങ്ങും കൂളിങ്ങും. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ലൈം വെച്ചിട്ടുള്ള സ്റ്റെബിലൈസേഷൻ, സിമെന്റ് വെച്ചിട്ടുള്ള സ്റ്റെബിലൈസേഷൻ ആണ്. ഓക്കെ.